ഞങ്ങളുടെ നാട്ടിൽ ഒരമ്മയും മകളും ഉണ്ടായിരുന്നു എന്നല്ല, ആ മകൾ ഇപ്പോഴും ഉണ്ട്. അമ്മ പാടത്തെ പണിയും കൂലിപ്പണിയൊക്കെ ചെയ്തും മകൾ സ്കൂളിൽ ആയയായിട്ടും ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുമൊക്കെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ആ മകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഒരു ലേഡീസ് ബാഗ് വാങ്ങിക്കുക എന്നുള്ളത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ സ്വരുക്കൂട്ടി വെച്ച് അവസാനം അവരൊരു ഭംഗിയുള്ള ലേഡീസ് ബാഗ് വാങ്ങിച്ചു. അന്നത്തെ കാലത്ത് പരിഷ്കാരികളായിട്ടുള്ള സ്ത്രീകളും ഉദ്യോഗസ്ഥരും മാത്രമായിരുന്നു അത്തരം ബാഗ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ബാഗ് തോളത്തിട്ടിട്ട് പോകാൻ അവർക്ക് മടിയായിരുന്നു. മറ്റുള്ളവർ എന്ത് കരുതും എന്ന ചിന്തയായിരുന്നു അവരെ അലട്ടിയിരുന്നത്. അതിനു പകരം തുണിക്കടകളിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് കവറിനകത്ത് ഈ ലേഡീസ് ബാഗ് ഇട്ടിട്ടായിരുന്നു അവർ കൊണ്ട് നടന്നിരുന്നത്. ഒരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ ഞാൻ പിടിച്ചു വാങ്ങിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ആ ബാഗ് എടുത്ത് കൊടുത്തിട്ട് ഇനി അത് തോളത്തിട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഒരുപാട് കെഞ്ചി ചോദിച്ചെങ്കിലും ഞാൻ അവർക്ക് ആ പ്ലാസ്റ്റിക് കവർ കൊടുത്തില്ല. അന്ന് ആദ്യമായിട്ട് മനസ്സില്ലാ മനസ്സോടെ നാണിച്ച് അവർ ആ ബാഗ് തോളത്തിട്ടിട്ട് നടന്നുപോയി. ഒന്നോർത്ത് നോക്കൂ, സ്വന്തം കാശിന് വാങ്ങിച്ച ബാഗ് മറ്റുള്ളവർ എന്ത് കരുതുമെന്ന ചിന്ത കൊണ്ട് മാത്രം അത് ഉപയോഗിക്കേണ്ട രീതിയിൽ അവർ ഉപയോഗിച്ചിരുന്നില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ? നമ്മളും ഇതുപോലെയല്ലേ? മറ്റുള്ളവർ എന്ത് കരുതും എന്നതുകൊണ്ട് മാത്രം എത്ര സന്തോഷങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റുള്ളവർ എന്ത് കരുതും എന്നുകൊണ്ട് മാത്രം അണിയാതിരിക്കുന്ന ഒരു ഡ്രസ്സില്ലേ നമ്മുടെ അലമാരയിൽ? മറ്റുള്ളവർ എന്ത് കരുതും എന്നതുകൊണ്ട് മാത്രം പാടാതിരിക്കുന്ന ഒരു പാട്ടില്ലേ നമ്മുടെ മനസ്സിൽ? ഉള്ളൊന്ന് തുടിക്കുമ്പോൾ താളം ചവിട്ടാതെ ഇരിക്കുന്നത് മറ്റുള്ളവർ എന്ത് കരുതും എന്ന ചിന്ത കൊണ്ടല്ലേ? ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട ജോലി, അങ്ങനെ എന്തൊക്കെയുണ്ട് മറ്റുള്ളവർ എന്ത് കരുതും എന്നതുകൊണ്ട് മാത്രം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. മറ്റുള്ളവർ എന്ത് കരുതും എന്നിടത്ത് നിന്ന് മറ്റുള്ളവർ എന്ത് കരുതിയാലും എന്താ എന്നിടത്തേക്ക് എത്താൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അതിച്ചിരി പ്രയാസമുള്ളതാണ് താനും. പക്ഷേ ഒരിക്കൽ ആ ദൂരം താണ്ടിയാൽ പിന്നെ നമ്മുടെ മുന്നിൽ തുറക്കുന്നത് സന്തോഷത്തിൻ്റെ മാത്രം വിശാലമായ ഒരു ലോകമാണ്. മറ്റാർക്കും മനസ്സിലാവാത്ത, നമുക്ക് മാത്രം വിലമതിക്കാനാവാത്ത നമ്മുടെ മാത്രം സന്തോഷത്തിൻ്റെ ഒരു വലിയ ലോകം. എന്തിനാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത്? മറ്റുള്ളവർ എന്തും വിചാരിക്കട്ടെ, നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അത് നമ്മുടെ മാത്രം ചുമതലയുമാണ്. സ്വയം സന്തോഷം നൽകാൻ കഴിയാത്തവർ എങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകും? ഇനിയുള്ള കാലം സ്വന്തം ആഗ്രഹങ്ങൾ തിരിച്ചറിയാനും അത് നിറവേറ്റാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.